ദൃശ്യം 3 നമ്മുടെ ലാലേട്ടൻ ജീത്തു ജോസഫ് കോമ്പിനേഷനിൽ വരുന്ന ഏറ്റവും പുതിയ ചിത്രം. ദൃശ്യം എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് മലയാളികളുടെ ഫേവറേറ്റ് ആണ്. അതുപോലെ ഒരു കൾട്ട് ക്ലാസിക്കിൻ്റെ മൂന്നാം ഭാഗം വരികയാണ്. അതിൻ്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അത് കാണാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇത് ആക്ച്വലി മെയ് 21 റിലീസ് വരുന്നത്. ഓൾറെഡി പോസ്റ്റ്പോൺ ചെയ്തതാണ്. ഏപ്രിൽ 2 വരേണ്ടതായിരുന്നു, പക്ഷെ അത് പിന്നീട് മാറ്റി ചില കാരണങ്ങളാൽ. സോ മെയ് 21 റിലീസ് വരുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഒരുപാട് പ്രതീക്ഷകളുള്ള സിനിമ തന്നെയാണ്. ഡെഫിനറ്റ്ലി ആ ഒരു കോംബോ, പിന്നെ ആ ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. സോ അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയാനാകുമോ എന്നറിയില്ല, എന്നാൽ പോലും ഇപ്പോൾ കറൻ്റ്ലി അതൊരു കൺക്ലൂഷനാണ്. ഇപ്പോൾ 3rd പാർട്ടാണ്. അതിൻ്റെ ഒഫീഷ്യൽ ടീസർ നമുക്ക് കാണാം. യൂസ് യുവർ ഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. 2013. ഒരു നൊസ്റ്റാൾജിയാണ്. 2013. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആദ്യം ഞാൻ പറഞ്ഞു. 2021. ഇത് OTT വന്നതാണ് സെക്കൻഡ് പാർട്ട്. നമ്മൾ അയാൾ 2026. എനിക്കപ്പം തുടങ്ങിയ താമസം സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന സ്വന്തമാക്കിയതാണ് കുടുംബം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അതിൻ്റെ ആ ഒരു സാധനത്തിനെ ഒരു ഡിഫറെൻ്റ് രീതിയിൽ. അതിനിടയിൽ ആരൊക്കെ വേദിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതുപോലെ ദൃശ്യം 3. മെയ് 21. ഇത് ആക്ച്വലി ജിത്തു ജോസഫ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. വളരെ ഒരു ട്വിസ്റ്റുകളൊക്കെ നമ്മൾ മലയാളികൾ ദൃശ്യം എന്ന് പറയുന്ന സിനിമ കൊണ്ടുവന്നിരിക്കുന്നൊരു ബെഞ്ച് മാർക്കുണ്ട്. സസ്പെൻസ് അല്ലെങ്കിൽ ഫാമിലി ത്രില്ലേഴ്സിനകത്ത് കൊണ്ടുവരുന്ന ഒരു ബെഞ്ച് മാർക്കുണ്ട്. അത് തന്നെ ഈ ട്വിസ്റ്റുകളും ടേണുകളൊക്കെയാണ്. അത് ഫസ്റ്റ് വന്ന് നമ്മളെ ഞെട്ടിച്ചു. സെക്കൻഡ് OTT പോലും അങ്ങനെയൊന്നും അല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടും അതിനേക്കാൾ വലിയൊരു ട്വിസ്റ്റും ടേണുള്ളൊരു പടമായിരുന്നു ദൃശ്യം 2 എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ മലയാളികൾ ഇതിൻ്റെ ഒരു 3rd പാർട്ടിൽ ഒരുപാട് ട്വിസ്റ്റുകൾ ടേണുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം, ലാലേട്ടനും ജിത്തു ജോസഫ്, അദ്ദേഹവും ഇൻ്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട് ഇത് അങ്ങനത്തെ ഒരു കഥയല്ല, അതിന് ശേഷം വരുന്നൊരു കഥയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടീസർ ഞാൻ കാണുമ്പോൾ അവർ ആ ഒരു ഇതിനെ ഭയങ്കരമായിട്ട് കുറച്ച് തിയേറ്ററിൽ വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫാമിലിക്കിടയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടിൽ നടന്ന ആ ഇൻസിഡൻറ്റിൻ്റെ ഒരു കൺക്ലൂഷൻ എങ്ങനെയാണ് വരാൻ പോകുന്നത്, അങ്ങനെയൊക്കെ ആകെ അവർ ചിന്തിച്ചിരിക്കുന്നത്. ഭയങ്കര സഡിലായിട്ടുള്ളൊരു ടീസറാണ്. ഭയങ്കരമായിട്ട് ഈവൻ ഇപ്പോൾ സെക്കൻഡ് പാർട്ടിനുണ്ടായിരുന്ന ഒരു ഇതുപോലും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് ഒരുപാട് ഇനി എന്തെന്നൊരു ഇതുണ്ടായിരുന്നു. ഈ നാട്ടുകാരൊക്കെ തിരിയുന്നു, അങ്ങനെയൊക്കെയായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തിരുന്നത്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് ഇതിൻ്റെ ഒരു നെക്സ്റ്റ്, ആരാണ് ഇവരെ എതിരായിട്ട് വരുന്നത്, എന്താണ് ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരാൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, എന്താണ് അദ്ദേഹം. ഇപ്പം ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ തന്നെ അങ്ങനെയാണ്. എല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റിൽ എങ്ങനെയാകും എന്നുള്ളതിനെല്ലാം പ്രിപ്പേർഡ് ആയിരിക്കും. സോ അങ്ങനെയുള്ള ജോർജ് കുട്ടിയുടെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇതിലേക്ക് വരുമോ. ആ ഒരു ഇളയ മോളുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചൊരു മിസ്റ്റീരിയസ് സ്വഭാവം കൊടുത്തിട്ടുണ്ട്. അത് സെക്കൻഡിനകത്തും അത് ഉണ്ടായിരുന്നത്, പക്ഷേ ഒരു പോയിന്റിലങ്ങ് മാറിപ്പോയി. പക്ഷെ 3rd എനിക്ക് തോന്നുന്നു അതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ വളരെ സട്ടിലായിട്ടുള്ളൊരു ടീസർ, ഒരുപാട് അങ്ങ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടെന്നൊരു രീതിയിൽ നമുക്കൊരു സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ് തരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. വളരെ ഒരു കുഞ്ഞൊരു ടീസർ വരും. ട്രെയിലറൊക്കെ ഇനിയും വരും എന്തായാലും. എൻ്റെ പടം റിലീസിനോടനുബന്ധിച്ച് എന്തായാലും ട്രെയിലർ വരും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. എന്തായാലും ടീസർ കൊള്ളാം. ഒരു കുഞ്ഞൊരു സാധനം ഒരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഫീലുണ്ട്. എന്നാലും ഒത്തിരി അങ്ങ് എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ടാന്നൊരു വാർണിംഗ് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം പറയാം.